നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ പിന്നെ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുത്തൻ പുതിയ വണ്ടി എടുത്തു, ഒരുത്തൻ പഴയ വണ്ടി എടുത്തു, ഒരുത്തൻ എങ്ങോട്ടോ ശ്രീലങ്കയ്ക്ക് പോയി ഇങ്ങനെ നടക്കണ്ടായിക്കൂടെ അങ്ങനെ ഫോട്ടോ ഇട്ടൊക്കെയാണ്. മറ്റോ വിയറ്റ്നാമിൽ പോയി കണ്ട് അവിടെ കടലിൽ കൂത്തം മറിയുന്ന ഫോട്ടോ, കടലിൻ്റെ അടിയിൽ മീനിനെ കാണുന്ന ഫോട്ടോ ഇട്ടിക്കണ്. ഇവിടെ ഊട്ടിക്ക് വരെ പോകാൻ കായില്ലാടെ കുത്തിരിക്കുക. സാമ്പത്തിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും വൈകല്യങ്ങളും രോഗങ്ങളും പ്രതിസന്ധി, എന്തെങ്കിലും സമാധാനം കിട്ടാനാണ് ഫേസ്ബുക്ക് തുറക്കണത്. അപ്പോൾ നോക്കുമ്പോൾ ഓൻ വിയറ്റ്നാമിൽ കടലിൻ്റെ അടിയിൽ പോയിക്കണ് കാണുന്നതാണ്. ഇവിടെ ഡൈവേഴ്സായി ഇങ്ങനെ അന്തല്ലാതെ കുത്തിരിക്കുമ്പോഴാണ് ഓൻ്റെ 25ാമത്തെ ആനിവേഴ്സറി കാണുന്നത്. അപ്പോൾ വലിയ സമാധാനമൊന്നും കിട്ടൂല. കിട്ടാത്ത നമ്മൾ മനുഷ്യന്മാരാണ്, കിട്ടൂല. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. സഹോദരങ്ങളെ, അപ്പം സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞാണ്, ദുന്യാവിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ കുറച്ച് കാലെങ്കിലും പെണ്ണ് കെട്ടിയതിൽ ജീവിച്ചല്ലോ, ഇപ്പോഴല്ലേ ഓള് പോയത്. ഇവിടെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പെണ്ണെന്നെ കിട്ടണില്ല. നമ്മൾ ഡൈവോഴ്സ് ആയിരിക്കും. നമ്മളെന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വിവാഹം ചെയ്തെങ്കിലും കിട്ടിയല്ലോ. ഇവിടെ ഈ സാധുക്കൾക്ക് പെണ്ണെന്നെ കിട്ടാൻ ഉത്തരക്ക് ഇപ്പോഴത്തെ ചെക്കന്മാർക്ക്. നമ്മൾ ദുന്യാവിൽ നമ്മളെക്കാൾ താഴേക്കുള്ളവർക്കാണ് നോക്കേണ്ടത്. നമ്മളെപ്പോഴും മോളിക്കാ തുറന്നിച്ചാണ് ക്യാമറ. നമ്മളെ മേലെന്താ നടക്കണമെന്നാണ്. ഏത് ഒരു ഗതിയില്ലാത്തോ മറ്റോ വാങ്ങിയ വണ്ടിയും ഓൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയും ഓൻ വിയറ്റ്നാമിൽ പോയതും ഓൻ ശ്രീലങ്കയിൽ പോയതും ഓൻ ദുബായി ബുർജ് ഖലീഫിൻ്റെ മേലെ നിന്ന് ഫോട്ടോ എടുത്തതും. സഹോദരങ്ങളെ, അതിങ്ങനെ നോക്കി നിന്നാൽ പിന്നെ എങ്ങനെ സമാധാനം കിട്ടുക? അതന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ കണ്ടതും കേട്ടതും തിന്നതൊക്കെ അങ്ങനെ തള്ളി മറിച്ച. അപ്പോൾ അത് കണ്ടാൽ സമാധാനം ചിലപ്പം കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് താരതമ്യം നമ്മളിങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സമാധാനക്കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ നിങ്ങൾ അള്ളയും റസൂലും പറഞ്ഞത്, ദുന്യാവിൻ്റെ കാര്യത്തിൽ താഴത്തേക്ക് നോക്കുക. നമ്മളെക്കാൾ എത്രയോ ഗതിയില്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിക്ക്, നമുക്കിപ്പോൾ ചെന്നിട്ട് കടന്നിറങ്ങാൻ ഒരു പെരല്ലേ, ഒന്നിലും നമുക്കൊരു കട്ടിലല്ലേ, ഒരു പെരല്ലേ. നമുക്ക് ചെന്നപ്പോൾ എന്താ അവിടെ ചപ്പാത്തിയോ, ചപ്പാത്തി ഷുഗർ ഉണ്ടെങ്കിൽ ചപ്പാത്തിയെങ്കിലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ അല്ലേ? ഇനി വലിയ ചെന്നിട്ട് ഉണ്ടാവും. അതുമില്ലാത്ത ആ പലസ്തീനിലൊക്കെ എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ ആലോചിക്ക്. ഒരു മര്യാദയ്ക്ക് കടന്നുറങ്ങാം. മറ്റേ ഒരു ഡ്രസ്സ് മാറ്റാൻ പ്രൈവസി, ഒരു റൂം പോലും പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ടൊരു സ്പേസ് ഇല്ലാത്ത ആൾക്കാർ ലോകത്ത് എത്ര ഉണ്ട്. ബോംബും യുദ്ധമായിട്ട്, അസുഖങ്ങൾ കൊണ്ട് അല്ലേ, സ്വന്തം മേത്തുനിന്ന് ആ ഒരു പുതപ്പിൻ്റെ മേത്തുള്ള പുതപ്പ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കാൻ കൈ അനക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്. ഓരോരുത്തർ വന്ന് പുതപ്പിച്ച് കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്. കൈ ഇളകാത്ത ആൾക്കാർ, കാലിളകാത്ത ആൾക്കാർ.